ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 15. കപിലോപദേശം. കപില ഭഗവാൻ തൻ്റെ അമ്മയായ ദേവഹൂതിക്ക് വളരെ ലളിതമായിട്ട് വലിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഭട്ടതിരിപ്പാടിൻ്റെ 15ാമത്തെ ദിവസത്തെ ഭജനം തുടങ്ങാണ്. ഈ ദശകം വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ടതാണ്. ഭാഗവതത്തിലെ 9 അധ്യായങ്ങളിലായിട്ട് വ്യാസദേവൻ വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്ന കപിലോപദേശത്തിനെ 9-10 ശ്ലോകങ്ങളോളം ആക്കി ചുരുക്കിയിട്ടാണ് ഭട്ടതിരി പറഞ്ഞു തരുന്നത് നമുക്ക്. അതിൽ തന്നെ ഓരോ ശ്ലോകത്തിലും 8ാമത്തെ ശ്ലോകം വരെ അവസാനത്തെ വരി ഒന്ന് തന്നെയാണ്. കപില ഭഗവാൻ ഇങ്ങനെ അമ്മയ്ക്ക് ഉപദേശിച്ചു. ബാക്കി ആ 3 വരികളിൽ എത്രയാണ് അർത്ഥം നിറച്ചു വച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. മഹാത്മാവായിട്ടുള്ള കർദമ മഹർഷി തപസ്സിനായി പോയി. അപ്പോൾ ദേവഹൂതി തൻ്റെ മകനോട് തനിക്ക് ആത്മതത്വം ഉപദേശിച്ച് തരണേ, തൻ്റെ ജന്മലക്ഷ്യം നേടാൻ വഴികാട്ടണേ എന്ന് പറയാണ്. മകൻ്റെ ആ ബിന്ദുസരസിനടുത്തുള്ള ഇരിപ്പും ചുറ്റും മഹർഷിമാർ വന്ന് സംശയങ്ങൾ ചോദിക്കുന്നതും എത്രയോ ഗാഠമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും കണ്ട ദേവഹൂതി വിചാരിച്ചു, ഭർത്താവിൻ്റെ കൂടെ തന്നെ താൻ ഈ ഭൗതിക സുഖങ്ങൾക്കായിട്ട് വളരെ കാലം വെറുതെ കളഞ്ഞു. അദ്ദേഹത്തിൽ നിന്നും ആത്മീയമായി നേടേണ്ടതൊന്നും നേടിയില്ല. ഇനി മകൻ്റെ കയ്യിൽ നിന്നും താൻ ഉടനെ തന്നെ അത് അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്ന് വിചാരിച്ചു. ഇതുവരെ താൻ എന്തൊക്കെയോ അനുഭവിച്ചു. പല മായാലോകത്തിലൊക്കെ പോയി, സ്വർഗത്തിൽ പോയി, വിമാനത്തിൽ 100 വർഷം സഞ്ചരിച്ചു, 9 കുട്ടികളുണ്ടായി, അവരുടെ കല്യാണങ്ങൾ കഴിച്ചു. അതൊക്കെ സ്വപ്നമായിരുന്നോ എന്ന് ദേവഹൂതി സംശയിക്കുകയാണ്. ഇപ്പോൾ ഇതാ സൂര്യനെ പോലെ ജ്വലിക്കുന്ന തത്വത്തിൻ്റെ അഗ്രം കണ്ടെത്തിയിട്ടുള്ള സ്വന്തം പുത്രനെ അവൾ മകനേന്നോ പുത്രാന്നോ വത്സാന്നൊന്നുമല്ല, ഗുരു, പ്രഭോ, ഭഗവാനെ എന്നൊക്കെയാണ് വിളിക്കുന്നത്. കർദമ മഹർഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദേവഹൂതി നീ ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല. ഭഗവാൻ തന്നെ നിന്നിൽ പുത്രനായിട്ട് അവതരിച്ചിരിക്കുകയാണ്. ഈ അവതാരത്തിൽ കോടാനുകോടി ജീവരാശികളെ ഉദ്ധരിക്കലാണ് ഭഗവാന്റെ ലക്ഷ്യം. മുൻപേ ഉണ്ടായിരുന്നതാണ് ആത്മതത്വം. അത് കാലക്രമേണ ഉപയോഗിക്കാതെയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാതെയും അത് നഷ്ടപ്പെട്ടു പോയതാണ്. ആ തത്വം കപിലനിൽ കൂടിയാണ് നമ്മളുടെ മകനായിട്ടുള്ള ഭഗവാൻ തന്നെ ആയിട്ടുള്ള കപിലനാണ് അതിനി ലോകത്തിൽ സാഖ്യം എന്ന പേരിൽ പ്രകാശിപ്പിക്കാൻ പോണത്. ആ ഭഗവാനെ തന്നെ നീ സർവാത്മനാ ശരണം പ്രാപിക്കൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ വളരെ സന്തോഷത്തോടു കൂടി ദേവഹൂതി മകനെ ശരണം പ്രാപിക്കുകയാണ്. കർദമൻ പോകുന്നതിന് മുമ്പേ തൻ്റെ പുത്രൻ സർവേശ്വരനാണ് എന്നറിഞ്ഞ് നമസ്കരിക്കുകയും അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടിയാണ് വനയാത്രയ്ക്ക് സന്യാസത്തിന് പോയത്. ശ്ലോകം. മതിരിഹ ഗുണസക്ത ബന്ധകൃത്തേഷു അസക്ത ത്വമൃതകൃതുപരുന്ധേ ഭക്തിയോഗസ്തു സക്തിം മഹദനുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യ കപിലതനുരിതിത്വം ദേവഹൂത്യൈന്യഗാദി. വാക്കുകളുടെ അർത്ഥം നോക്കിയാൽ ഒന്നും കൂടി വ്യക്തമാവും. ഇഹ ഈ ലോകത്തിൽ ഗുണസക്ത ത്രിഗുണങ്ങളിൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ സക്തമായിരിക്കുന്ന ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മതി നമ്മളുടെ ബുദ്ധി, ബന്ധകൃത് ഈ പുറമേയുള്ള ലോകവുമായിട്ട് ബന്ധം ഉണ്ടാക്കുന്നതാണ്. തേഷു അസക്താത്തു അവയിൽ ഈ പുറമേയുള്ള നമ്മളെ വശീകരിക്കുന്ന ഇന്ദ്രിയ വിഷയങ്ങളിൽ അസക്താത്തു അതിനോട് പോയി ഒട്ടാത്ത ബുദ്ധിയാകട്ടെ, സക്തമല്ലാത്ത ബുദ്ധി മതി ആകട്ടെ. അമൃതകൃത്താണ് മോക്ഷത്തെ ചെയ്യുന്നതാണ്. 2ാമത്തെ വരിയിൽ അതാണ്. ത്വമൃത എന്നുള്ളതല്ല, അമൃത എന്ന് വായിക്കണം. അമൃതകൃത്താണ്, അത് മോക്ഷത്തെ നൽകുന്നതാണ്. അമൃത കുടിച്ചതുപോലെയുള്ള അനുഭവം ഉണ്ടാക്കുന്നതാണ്. ഭക്തിയോഗത്തു ആ ഭക്തിയോഗം ആവട്ടെ
സക്തിം ഉപരുന്ധേ. നേരത്തെ പറഞ്ഞതുപോലുള്ള ഇന്ദ്രിയ വിഷയങ്ങളിൽ ഭൗതികമായിട്ടുള്ള നൈമിഷികമായിട്ടുള്ള ആനന്ദത്തിലുള്ള ആസക്തിയെ ഉപരുന്ധ തടഞ്ഞു നിർത്തുന്നു. അത്ര ഇവിടെ ഈ ലോകത്തിൽ മഹദനുഗമലഭ്യ. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? മഹത്തുക്കളായവരെ അവർ ജീവിച്ച് കാണിച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ കൂടെ. അങ്ങനെയുള്ള സജ്ജനങ്ങളെ പിന്തുടരുന്നത് കൊണ്ട് മാത്രമാണ് ആ ഭക്തി ലഭിക്കുക. പിന്തുടരുക വെച്ചാൽ അവരുടെ പിന്നാലെ പോവല്ല, അവരുടെ വാക്കുകൾ, അവരുടെ ജീവിത രീതി ഒക്കെ നമ്മൾ അനുഗമിക്കുക. ഭക്തി ഏവ സാധ്യ. അങ്ങനെയാണ് ഭക്തി, അതുകൊണ്ട് മാത്രമാണ് ഭക്തി ലഭിക്കുക. ഭക്തി അങ്ങനെ നേടാൻ സാധിക്കുന്നതാണ്. ഇതി കപിലതനുത്വം. ഇപ്രകാരം കപിലനായിട്ട് അവതരിച്ച അങ്ങ് ദേവഹൂത്യൈന ഗാദി. ദേവഹൂതിക്കായിട്ട് ഉപദേശിച്ചു കൊടുത്തു. ബന്ധത്തിനും മോക്ഷത്തിനും കാരണം മനസ്സാണ്. ആ മനസ്സ് വിഷയങ്ങളിൽ സക്തമാകുമ്പോൾ ബന്ധം അല്ലെങ്കിൽ ബന്ധനം തന്നെ ഉണ്ടാകും. ഭഗവാനിലേക്ക് അടുക്കുമ്പോൾ അല്ലെങ്കിൽ ഭഗവാനിലേക്ക് തിരിയുമ്പോൾ നിത്യമായിട്ടുള്ള അമൃത് പോലെയുള്ള ആനന്ദത്തിന് കാരണമാകും. വിഷയങ്ങളോട് ചേരുമ്പോൾ അത് നമ്മളെ ബന്ധിപ്പിക്കും, കെട്ടിയിടും. ഭഗവാനോട് ചേരുമ്പോൾ അത് സ്വാതന്ത്ര്യം നൽകും, അഭയം നൽകും. അങ്ങനെ വിഷയങ്ങളിൽ ശക്തി കുറയണം എങ്കിൽ എന്ത് വേണം? ഭഗവാനോട് ഭക്തി വർദ്ധിക്കണം. അല്ലാതെ മനസ്സ് അങ്ങനെ ഒന്നുമില്ലാതെ ഇരിക്കില്ല. അപ്പോൾ അതിനുള്ള എളുപ്പ വഴി എന്താണ്? പരമഭാഗവതന്മാരുടെ സഹവാസം കൊണ്ട് മാത്രമേ അത് നമ്മളിലേക്ക് പ്രവേശിക്കുള്ളൂ. ആരാണ് ഈ പരമഭാഗവതന്മാർ എന്ന് പറഞ്ഞാൽ, ഭഗവതൻ ഭക്തനാണ്. ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ലീലകളെ എപ്പോഴും കേൾക്കുക, അത് തന്നെ ജപിക്കുക, ഭഗവാന്റെ വിഗ്രഹത്തെ സ്മരിക്കുക. അങ്ങനെ ഭഗവത് ഭക്തിയിൽ ആറാടി നിൽക്കുന്നവർ തന്നെയാണ് ഭാഗവതന്മാർ. അവരുടെ പിന്നാലെ പോവുക, അല്ലെങ്കിൽ പിന്നാലെ പോവല്ല, അവരുടെ സന്നിധിയിൽ ഭഗവാന്റെ ലീലകളെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും മഹാത്മ്യത്തെക്കുറിച്ചും ഒക്കെ കേൾക്കാനുള്ള അവസരം നമുക്ക് വരും. അങ്ങനെ നമ്മളുടെ മനസ്സ് ഈ ഭൗതികമായ വാസനകളൊക്കെ ഇല്ലാതാകും, ശാന്തമാകും. അപ്പോൾ സ്വയം ആത്മതത്വം പ്രകാശിക്കും. അങ്ങനെ ആകുമ്പോൾ ഈ ശരീരത്തിൽ വെച്ച് തന്നെ ഭഗവാനോട് ചേരാനായിട്ട് സാധിക്കും. അതാണ് ശരിയായ ഭക്തി. അതിനായിട്ട് ശ്രമിക്കുന്നവരെ ഞാൻ പരിപാലിക്കും എന്ന് ഭഗവത്ഗീതയിലും ഭഗവാൻ വാഗ്ദാനം തന്നിട്ടുണ്ട്, ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പദം വെച്ചാൽ മതി ഭഗവാനിലേക്ക്, പിന്നെ കാര്യമൊക്കെ ഭഗവാൻ ഏറ്റെടുത്തുകൊള്ളും. ബിന്ദു സരസിൻ്റെ തീരത്ത് പർണശാലയൊക്കെ കെട്ടിയിട്ട് താമസിക്കുന്ന ആ കർദമപുത്രനായ കപിലമൂർത്തി തൻ്റെ അമ്മയുടെ നിഷ്കളങ്കമായിട്ടുള്ള ആ ആഗ്രഹം വളരെ സന്തോഷത്തോടു കൂടി കേട്ടു. മന്ദഹാസത്തോടെ ഉത്തരം പറഞ്ഞു. പണ്ട് ഞാൻ മുനിശ്രേഷ്ഠന്മാർക്ക് വിവരിച്ചു കൊടുത്ത പുരാതനമായിട്ടുള്ള ഒരു സമ്പ്രദായമുണ്ട്. അത് കാലക്രമേണ നഷ്ടപ്പെട്ടതാണ്. അത് ഞാൻ അമ്മയ്ക്ക് വീണ്ടും പറഞ്ഞു തരാം. അമ്മയിലൂടെ അത് ലോകം അറിയട്ടെ എന്ന് പറഞ്ഞു. ദേവഹൂതി പറഞ്ഞത്, മകനെ, ഞാൻ വളരെ ബുദ്ധി കുറഞ്ഞവളാണ്, ഒരു സ്ത്രീയാണ്, എനിക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞു തരണേ എന്നാണ്. ദേവഹൂതി എത്രയോ വലിയ ഒരു രാജാവിൻ്റെ മകളല്ലേ, സ്വയംഭുവ മനുവിൻ്റെ പുത്രിയാണ്, ബ്രഹ്മാവിൻ്റെ പൗത്രിയാണ്. സകല ജ്ഞാനവും ഉള്ള കർദമൻ്റെ കൂടെ അനേക കാലം ജീവിച്ചവളാണ്. എന്നിട്ടാണ് പറയണത് എനിക്കൊന്നും അറിയില്ല എന്ന്. അങ്ങനെയുള്ള ആ വിധേയത്വ ഭാവത്തോടു കൂടി വേണം ഗുരുവിനെ സമീപിക്കാൻ, അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ മഹാത്മാക്കളുടെ ജീവിതം അറിയാൻ. കപില മഹർഷി ഉത്തരം പറയാണ്, പ്രിയപ്പെട്ട അമ്മേ, ഈ ലോകത്തിൽ ബന്ധത്തിനും മോക്ഷത്തിനും കാരണം ഒരേ ഒരു വസ്തുവാണ്, മനുഷ്യൻ്റെ മനസ്സ്. ആ മനസ്സിന് എപ്പോഴും പ്രവർത്തിക്കണം. അതിൻ്റെ മുന്നിൽ രണ്ട് വഴിയാണ് സഞ്ചരിക്കാനുള്ളത്. ഒന്നുകിൽ ലൗകിക വിഷയങ്ങളിൽ ആസക്തമാവാം, അല്ലെങ്കിൽ ആ ആസക്തികളൊക്കെ കുറച്ച് ഈശ്വരനിൽ ആസക്തമാവാം. ഭൗതിക വിഷയങ്ങളോട് ഒട്ടൽ തന്നെയാണ് എളുപ്പം. കാരണം മായ നമ്മളെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള മനസ്സ് പക്ഷേ ബന്ധനം കൊണ്ട് ചുറ്റി വരിയപ്പെടും. എന്നാൽ സർവേശ്വരനിലേക്ക് തിരിയുമ്പോഴോ അതേ മനസ്സ് തന്നെ ആനന്ദം,
നിത്യമായ അമൃതതുല്യമായ ആനന്ദത്തിന് കാരണമാകും. അതിനുള്ള എളുപ്പ വഴിയാണ് സജ്ജന സംഘം. ആരാണ് സജ്ജനങ്ങൾ? ദാനം, ലളിതമായ ജീവിതം, പരോപകാരം അതൊക്കെ ചെയ്യുന്ന ആൾക്കാരെല്ലാവരും സജ്ജനങ്ങളല്ല. അവരതൊക്കെ ചെയ്യും. പക്ഷേ ഭഗവത് നാമം ജപിക്കുക, കീർത്തനം ചെയ്യുക, ഭഗവാന്റെ മനോഹരമായിട്ടുള്ള പുഞ്ചിരി, താമരപ്പൂ പോലുള്ള പാദങ്ങൾ, കരുണാർദ്രമായിട്ടുള്ള കണ്ണുകൾ, അതിനെയൊക്കെ സദാ സ്മരിക്കുക. അതിനെക്കുറിച്ച് കീർത്തനം ചെയ്യുക. അതിലേക്ക് സഹജീവികളെ കൂടി ആകർഷിക്കണം. അവരോട് ചേരലാണ് മഹാഭാഗ്യം. അവരാണ് സജ്ജനങ്ങൾ. അപ്പോൾ ജന്മനാ ലഭിച്ചിട്ടുള്ള സൗഭാഗ്യങ്ങൾ വേണ്ടാന്ന് വെക്കണോ എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് രാമായണത്തിൽ അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട് എഴുത്തച്ഛൻ. ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കുകയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട. നമുക്ക് ജന്മസിദ്ധമായിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ട് വന്നിട്ടുള്ള എല്ലാ സുഖ ഐശ്വര്യങ്ങളും നമുക്ക് വർജിക്കേണ്ടതില്ല. അതെല്ലാം നമുക്ക് അനുഭവിക്കാം. എന്നാൽ ഭോഗം വേണം, ഇനിയും ഇനിയും വേണം എന്നുള്ള ആ ആഗ്രഹത്തെയാണ് ഉപേക്ഷിക്കേണ്ടത്. ഈ ശ്ലോകത്തിലെ അർത്ഥം കുറച്ചുകൂടി പറയാനുണ്ട്. നമുക്ക് നാളെ തുടരാം. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണമസ്തു.